RSS നേതാക്കളുമായി ADGP MR അജിത് കുമാർ കൂടിക്കാഴ്ച നടത്തിയെന്നതിന് സ്ഥിരീകരണം വന്നതോടെ സംഘ് പരിവാറിലും ചർച്ച. 2023 മെയ്യിൽ RSS നേതാവും ADGPയും കൂടിക്കാഴ്ച നടത്തി. 2024 പൂരം അലങ്കോലപ്പെടുത്തിയെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നതിൽ യുക്തിയില്ലെന്നാണ് BJP പ്രസിഡന്റ് K. സുരേന്ദ്രന്റെ പ്രതിരോധം. ഈ കാലവ്യത്യാസം BJP ചർച്ചയാകും. അതിനിടെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ A. ജയകുമാറിന് കൂടുതൽ സാധ്യതകളും ഉയരുകയാണ്. കഴിഞ്ഞ തവണ K. സുരേന്ദ്രനു പകരം BJP സംസ്ഥാന പ്രസിഡന്റാകാൻ ഒരു ഘട്ടത്തിൽ ചർച്ചയിൽ ഇടം പിടിച്ച നേതാവാണ് A. ജയകുമാർ. BJP രാഷ്ട്രീയത്തിന്റെ ഭാഗമാകാൻ ജയകുമാറിന് താൽപ്പര്യമുണ്ട്. RSSന്റെ ശാസ്ത്ര സാങ്കേതിക വിഭാഗമായ വിജ്ഞാൻ ഭാരതിയുടെ മുൻ ജനറൽ സെക്രട്ടറിയാണ് ജയകുമാർ. നിലവിൽ സംഘ് പരിവാറിലേക്ക് VIP-കളെ എത്തിക്കുന്നതിന്റെ നേതൃസ്ഥാനമാണ് ജയകുമാറിന്. പല പ്രമുഖരുമായും ജയകുമാർ നിരന്തര കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. അതിനിടെ ഈ വിവാദത്തോടെ പരിവാറിൽ ജയകുമാറിന് പ്രസക്തിയും കൂടി. ഹൊസബാളെ അജിത് കൂടിക്കാഴ്ചയുണ്ടായിട്ടില്ലെന്ന് RSS ഉത്തരകാര്യ പ്രാന്തകാര്യവാഹ് PN ഈശ്വരൻ പറഞ്ഞിരുന്നു. എന്നാൽ സന്ദർശിച്ചെന്ന് ADGP തന്നെ മുഖ്യമന്ത്രിയെ അറിയിച്ചിട്ടുണ്ട്. ഇതോടെ BJPയുടെയും RSSന്റെയും വാദം പൊളിഞ്ഞു. അതിനിടെ RSS ക്യാമ്പിൽ കൂടിക്കാഴ്ച നടന്നില്ലെന്നാണ് ഈശ്വരൻ വിശദീകരിച്ചിരിക്കുന്നത്. എന്നാൽ മറ്റൊരിടത്താണ് കൂടിക്കാഴ്ച. അത് സംസ്ഥാന RSSലെ പ്രമുഖർ പോലും അറിഞ്ഞില്ലെന്ന വാദവും സജീവമാണ്. തിരുവനന്തപുരം കൈമനം സ്വദേശിയായ ജയകുമാർ ADGPയുടെ സുഹൃത്തും സഹപാഠിയുമാണെന്നാണ് പറയുന്നത്. ഏറെക്കാലം ബംഗളൂരുവിലായിരുന്നു പ്രവർത്തന മേഖല. കേരളത്തിൽ സ്വദേശ് സയൻസ് മൂവ്മെന്റിന് തുടക്കമിട്ടത് അദ്ദേഹമാണ്. CETയിൽ എഞ്ചിനീയറിംഗ് പഠനത്തിനിടെ ABVPയിൽ ചേർന്നു. പിന്നീട് RSSന്റെ സജീവ പ്രചാരകനായി. പ്രധാനമന്ത്രി അടക്കമുള്ള ദേശീയ നേതാക്കളുമായി വലിയ അടുപ്പമുണ്ട്. പല കാര്യങ്ങളിലും മോദി ജയകുമാറിന്റെ അഭിപ്രായം തേടാറുണ്ട്. കോൺഗ്രസ് നേതാവ് കൈമനം പ്രഭാകരന്റെ അനുജനുമാണ്. ADGP MR അജിത് കുമാർ സഹപാഠിയാണെന്ന് സ്ഥിരീകരിച്ച് ജയകുമാറും രംഗത്ത് വന്നിട്ടുണ്ട്. അജിത് കുമാർ ഇതിനോടകം എല്ലാം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞതെല്ലാം ശരിയാണ്. അജിത് കുമാർ പറഞ്ഞതിനോട് എതിരഭിപ്രായമില്ല. മാധ്യമങ്ങളോട് അജിത് കുമാർ സംസാരിക്കുമായിരിക്കും. എനിക്ക് മാധ്യമങ്ങളോട് സംസാരിക്കാൻ കഴിയില്ല. പരിമിതികളുണ്ട്. ജയകുമാർ വിശദീകരിച്ചത് ഇങ്ങനെയാണ്. ജയകുമാർ അയച്ച കാറിലെത്തിയാണ് RSS ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബാളയുമായി ADGP അജിത് കുമാർ കൂടിക്കാഴ്ച നടത്തിയത്. പ്രധാനമന്ത്രിയാകുന്നതിന് മുന്നേ മോദിയുമായി അദ്ദേഹത്തിന് അടുത്ത സൗഹൃദ ബന്ധമുണ്ട്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനുമായും അദ്ദേഹത്തിന് ബന്ധമുണ്ട്. BJP ഭരണത്തിൽ ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ RSS നയങ്ങൾ രൂപപ്പെടുത്തുന്നതും നടപ്പിലാക്കുന്നതും ജയകുമാറാണ്. കേരളത്തിലും തമിഴ്നാട്ടിലും പരിവാർ പ്രസ്ഥാനങ്ങൾ ശക്തമാക്കാൻ RSS ശ്രമിക്കുന്നുണ്ട്. ഇതിനുവേണ്ടി നിയോഗിക്കപ്പെട്ട പ്രത്യേക സമ്പർക്ക് പ്രമുഖനാണ് ജയകുമാർ. കേരളത്തിലും തമിഴ്നാട്ടിലും RSSന് വേരോട്ടമുണ്ടാക്കുകയെന്നതാണ് ദൗത്യം.